ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 8-ാം അധ്യായത്തിൽ കുന്തി സ്തുതി വർണ്ണിക്കുന്നതിനിടെ ഭയവിഹ്വലയായ ഉത്തര ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിക്കുന്നതും അഭിദ്രവതി മാമീശ ശരസ്തപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം എന്ന് യാചിക്കുന്നതും നാം കേട്ടതാണ്. ഇവിടെ ഇന്ന് നാം ചിന്തനം ചെയ്യുന്നത് പ്രഥമസ്കന്ധം 12-ാധ്യായത്തിലെ പ്രമേയമാണ്. പുരോക്തം യത് പ്രസംഗായ ദ്രൗണിദണ്ഡാദിവർണ്ണനം ദ്വാദശേതു തദേവാധ പരീക്ഷിജന്മവർണ്ണ്യത്തെ. അശ്വത്ഥാമാവ് തൊഴുത്തുവിട്ട അതിശക്തമായ ബ്രഹ്മാസ്ത്രത്താൽ നശിപ്പിക്കപ്പെട്ട ഉത്തരയുടെ ഗർഭം ശ്രീകൃഷ്ണനാൽ വീണ്ടും ഉജ്ജീവിപ്പിക്കപ്പെട്ടു. ശ്രീ ശുകബ്രഹ്മർഷി യാതൊരുവന് തത്വജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്തുവോ അതിബുദ്ധിമാനും മഹാമനസ്കനുമായ ആ പരീക്ഷത്തിൻ്റെ ജനനവും ചെയ്തികളും മരണവും എപ്രകാരമാണ് ഉണ്ടായതെന്ന് തങ്ങൾക്ക് വിസ്തരിച്ച് കേൾപ്പിച്ചു തരണമെന്ന് ശൗനകാദി മഹർഷിമാർ സൂത പൗരാണികനോട് പറഞ്ഞു. സൂതൻ മറുപടി പറയാൻ ആരംഭിച്ചു. ശ്രീകൃഷ്ണ പാദാബ്ജ സേവ കൊണ്ട സകല ആശകളിൽ നിന്നും മുക്തനായ യുധിഷ്ഠിരൻ പ്രജകളെ പിതാവ് എന്നതുപോലെ പരിപാലിച്ചു. ഐശ്വര്യങ്ങൾ, യാഗങ്ങൾ, പുണ്യലോകങ്ങൾ, രാജ്ഞി, സഹോദരന്മാർ, ഭൂമി, ജംബുദ്വീപിൻ്റെ ആധിപത്യം എന്നിവയും സ്വർഗത്തോളം ഉയർന്ന കീർത്തിയും ദേവകൾ പോലും കൊതിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടും ബ്രാഹ്മണോത്തമന്മാരെ കൃഷ്ണനിൽ മനസ്സൂന്നിയ ധർമ്മപുത്ര രാജന് വിശക്കുന്നവന് ഭക്ഷണം ഒഴിച്ചുള്ള പദാർത്ഥങ്ങൾ എന്നതുപോലെ ഒട്ടും സംതൃപ്തി ഉളവാക്കിയില്ല. ഹേ ശൗനക, അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന ആ കരുത്താർന്ന ശിശു അസ്ത്ര തേജസ്സിൽ ദഹിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ ഒരു പുരുഷരൂപത്തെ ആ ശിശു ദർശിച്ചു. നോക്കൂ, 8, 9, 10 ശ്ലോകങ്ങളിൽ ആ ശിശു കണ്ട രൂപം വർണ്ണിക്കുകയാണ്. ശ്രദ്ധിക്കൂ. ഒരു പെരുവിരലോളം മാത്രം പോന്നവനായി, നിർമ്മലനായി തിളങ്ങുന്ന പൊന്നിൻ കിരീടം ചാർത്തിയവനായി, മോഹനരൂപനായി, ശ്യാമവർണ്ണനായി, മിന്നൽ പ്രഭയുള്ള വസ്ത്രം ധരിച്ചവനായി, നിർവികാരനായി, അഴകാർന്ന നീണ്ട 4 ബാഹുക്കൾ ഉള്ളവനായി, സ്ഫുടം ചെയ്ത തങ്കത്തിൽ തീർത്ത കുണ്ടലങ്ങൾ അണിഞ്ഞവനായി, ആരക്തനേത്രനായി, ഗദാധാരിയായി, തൻ്റെ എല്ലാ പുറവും ചുറ്റിത്തിരിയുന്ന ഗദയെ
തീക്കൊള്ളി കണക്കെ കറക്കിക്കൊണ്ടുള്ള സൂര്യൻ തൻ്റെ താപം കൊണ്ട് മഞ്ഞുരുക്കുന്നത് പോലെ തൻ്റെ ഗത കൊണ്ട് അസ്ത്രജ്വാലയെ തട്ടിമാറ്റുന്ന ഒരു പുരുഷ രൂപമാണ് ആ ശിശു അരികത്ത് ദർശിച്ചത്. ഇയാൾ ആരെന്ന മട്ടിൽ ആ ശിശു ഉറ്റുനോക്കി. അങ്കുഷ്ടമാത്രമമലം സ്ഫുരത്പുരടമൗലിനം അവീച്യദർശനം ശ്യാമം തടിദ്വാസസമച്യുതം ശ്രീമദ്ദീർഘചതുർബാഹും തപ്തകാഞ്ചനകുണ്ടലം ക്ഷതജാക്ഷം ഗദാപാണിം ആത്മന സർവതോദിശം പരിഭ്രമന്തമുൽക്കാഭാം ഭ്രാമയന്തം ഗദാം മുഹു അസ്ത്രതേജ സ്വഗതയാ നീഹാരമിവ ഗോപതി വിധമന്തം സന്നികർഷേ പര്യൈക്ഷതക ഇത്യസൗ. തിട്ടപ്പെടുത്താൻ ആവാത്ത സ്വരൂപത്തോട് ചേർന്നവനും ഐശ്വര്യാദി ഗുണങ്ങൾ തികഞ്ഞവനും ധർമ്മപരിപാലകനും സർവവ്യാപിയുമായ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ബ്രഹ്മ തേജസ്സിനെ അശ്വത്ഥാമാവ് പ്രയോഗിച്ച ആ അസ്ത്രത്തിൻ്റെ ശക്തിയെ നിഷ്പ്രഭമാക്കി. 10 മാസം വളർച്ചയെത്തിയ ഗർഭസ്ഥ ശിശു നോക്കിയിരിക്കെ തന്നെ ഭഗവാൻ അപ്രത്യക്ഷനായി. പിന്നീട് സർവ സദ്ഗുണങ്ങളും ഭാവിയിൽ വന്നു ചേരും എന്നതിൻ്റെ സൂചന നൽകുന്ന അനുകൂല ഗ്രഹങ്ങൾ ഉദിച്ചിരിക്കുന്ന ശുഭവേളയിൽ പാണ്ഡു രാജവംശത്തിൽ അതിൻ്റെ നിലനിൽപ്പിനായി ഒരു പുത്രൻ പാണ്ഡുരാജാവ് എന്ന് തോന്നിക്കുന്ന ഓജസ്സോടെ ഭൂജാതനായി. യുധിഷ്ഠിരരാജൻ അത്യധികം സന്തോഷിച്ചു. ധൗമ്യ കൃപാതി ബ്രാഹ്മണരെ കൊണ്ട് ആ ശിശുവിന് പുണ്യാഹം ജാതകർമ്മം ഇത്യാദി സംസ്കാരങ്ങൾ ചെയ്യിച്ചു. സന്താന ലബ്ധിയിൽ ദാനധർമാദികൾ ചെയ്യേണ്ടതായി അറിയാവുന്ന ആ രാജൻ മഹാബ്രാഹ്മണരെ വരുത്തി ഗോക്കളെയും സ്വർണത്തെയും ഭൂമിയെയും ഗ്രാമങ്ങളെയും നല്ല തരത്തിലുള്ള അശ്വഗജാദികളെയും സ്വാദിഷ്ടമായ ഭക്ഷണവും അളവറ്റ് ദാനം ചെയ്തു. മൂചുർബ്രാഹ്മണാസ്തുഷ്ടാ രാജാനം പ്രശ്രയാന്വിതം ഏഷ ഹ്യസ്മിൻ പ്രജാതന്തൗ പുരൂണാം പൗരവർഷഭ ദൈവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാതോ ഭോനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുന തസ്മാന്നാംനാ വിഷ്ണുരാത ഇതി ലോകേ ബൃഹശ്രവ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. ബ്രാഹ്മണരെ ഏറെ സന്തോഷിച്ചു. അവർ വിനയാന്വിതനായ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: ഹേ പൗരവശ്രേഷ്ഠ, കുരുവംശരുടെ ഈ വിശുദ്ധമായ സന്താന വൃദ്ധി തടയാൻ ആവാത്ത വിധി നിയോഗത്താൽ സ്തംഭനത്തെ പ്രാപിച്ച അവസരത്തിൽ ഒട്ടും വൈകാതെ നിങ്ങളുടെ അനുഗ്രഹത്തിനായി സർവശക്തനായ വിഷ്ണുവിനാൽ ദാനം ചെയ്യപ്പെട്ടവനായതുകൊണ്ട് വിഷ്ണുരാധൻ എന്ന പേരോടെ ഇവൻ മഹാകീർത്തിമാനായും വലിയ ഭഗവത് ഭക്തനായും മഹിമ ചേർന്നവനായും ഭവിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ അല്പം പോലും സംശയം വേണ്ട. ഇത് കേട്ട യുധിഷ്ഠിരൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഉത്തമരായ സജ്ജനങ്ങളെ, ഇവൻ മഹാത്മാക്കളും പുണ്യകീർത്തിമാന്മാരുമായിരുന്ന സ്വന്തം വംശത്തിലെ രാജർഷിമാരെ നല്ല ആളുകളൊക്കെ ശ്ലാഘിക്കുന്ന വിധത്തിൽ കീർത്തി ഉള്ളവനായി തീരുമോ? ഈ സംശയത്തിന് മറുപടിയായി ബ്രാഹ്മണർ ഇങ്ങനെയാണ് പറഞ്ഞത്: അല്ലയോ കുന്തിപുത്ര, മനുവംശത്തിൽ പിറന്ന ഇക്ഷ്വാകു മഹാരാജാവിനെ പോലെ ശരിക്കും പ്രജാപാലകനായും
ദാശരഥി ശ്രീരാമചന്ദ്രനെ പോലെ ബ്രാഹ്മണ ഭക്തനും സത്യസന്ധനുമായി തീരും ഇവൻ. യേഷദാതാശരണ്യശ്ച യഥാ ഹ്യൗഷീനരശിബി യശോ വിതനിതാ സ്വാനം ദൗഷ്യന്തിരിവയജ്വനം. ഇവൻ ഉശീനര ദേശാധിപതിയായിരുന്ന ശിബി ചക്രവർത്തിയെപ്പോലെ ദാനശീലനും ശരണാഗതനുമായിത്തീരും. ദുഷ്യന്തപുത്രനായ ഭരതനെ കണക്കെ സ്വന്തം വംശത്തിലുള്ളവർക്കും യാചകന്മാർക്കും കീർത്തി വളർത്തും. ധന്യനാമഗ്രണീരേഷതുല്യശ്ചാർജുനയോർദ്വയോ ഹുദാശ ഇവ ദുർധർഷ സമുദ്ര ഇവ ദുസ്തര. ഇവൻ വില്ലാളികളിൽ വെച്ച് അഗ്രഗണ്യനാവും. 2 അർജുനന്മാർക്കൊപ്പം പെരുമ നേടും. അഗ്നിയെപ്പോലെ അനതിക്രമണീയതയും സമുദ്രത്തെപ്പോലെ അലംഘ്യതയും ആർജിക്കും. മൃഗേന്ദ്ര ഇവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ തിദിക്ഷുർ വസുദേവാസൗ സഹിഷ്ണു പിതരാവിവ പിതാമഹ സമ സാമ്യേ പ്രസാദേ ഗിരിശോപമ ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയ സർവസദ്ഗുണമഹാത്മ്യേ ഏഷ കൃഷ്ണമനുവ്രത രന്തിദേവ ഇവോദാരോ യയാതിരിവ ധാർമ്മിക. ഈ വിഷ്ണുരാധൻ സിംഹപരാക്രമിയായിത്തീരും. കൂടാതെ ഹിമാലയ തുല്യ സംസേവ്യനുമാവും. ഭൂമിയെപ്പോലെ ക്ഷമാശീലം വളർത്തും. മാതാപിതാക്കളെപ്പോലെ സഹനശക്തിയും ഉള്ളവനായിത്തീരും. സമത്വത്തിൽ ബ്രഹ്മദേവസമനായും ലക്ഷ്മീകാന്തനായ ഭഗവാനെപ്പോലെ പ്രസാദിക്കുന്നതിൽ ശിവസദൃശനായും സകല ജീവന്മാർക്കും ആശ്രയഭൂതനായും തീരും. സർവഗുണ സമ്പന്നനായ ഇവൻ മഹാത്മ്യത്തിൽ ശ്രീകൃഷ്ണനെ അനുവർത്തിക്കുന്നവനായിത്തീരും. രന്തിദേവനെപ്പോലെ ഉദാരനും യയാതിയെപ്പോലെ ധർമ്മിഷ്ഠനും ആയിത്തീരും. സ്ഥൈര്യത്തിൽ മഹാബലിസമനായ പരീക്ഷിത്ത് പ്രഹ്ലാദനെപ്പോലെ മഹാവിഷ്ണുഭക്തനായിത്തീരും. അനേകം അശ്വമേധയാഗങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. വൃദ്ധജനങ്ങളുടെ ഉപാസകനുമായിരിക്കും. ധൃത്യാ ബലിസമകൃഷ്ണേ പ്രഹ്ലാദ ഇവ സദ്ഗ്രഹ ആഹർത്തേഷോശ്വമേധാനം വൃദ്ധാനം പരിവാസക. രാജർഷിമാരുടെ ജനനായകനായ ഈ വിഷ്ണുരാധൻ അസന്മാർഗികളെ നന്നായി ശാസിക്കും. ഭൂമിയുടെ ധർമ്മസ്ഥിതിക്കായി കലിയെ അകറ്റി നിർത്തും. തക്ഷകാദാത്മനോ മൃത്യും ദ്വിജപുത്രോപസർജിതാൽ പ്രവത്സ്യതോപശ്രുത്യ മുക്തസംഗപദം ഹരേ. ബ്രാഹ്മണകുമാരനാൽ പ്രേരിതനായ തക്ഷകനിൽ നിന്ന് തൻ്റെ മരണത്തെപ്പറ്റി അറിഞ്ഞിട്ട് സകല വിഷയത്തിൽ നിന്നും വിരക്തനായി ശ്രീഹരിപാദം പ്രാപിക്കും. രാജൻ, ഇവൻ വ്യാസപുത്രനായ ശ്രീശുഖബ്രഹ്മർഷിയിൽ നിന്ന് ആത്മാവിൻ്റെ യഥാസ്ഥിതി അറിഞ്ഞ് സ്വശരീരത്തെ ഗംഗാനദിയിൽ ഉപേക്ഷിച്ച് ഭയമകന്ന പരമപദത്തെ അനായാസേന പ്രാപിക്കും. ജാതക ശാസ്ത്ര പാരംഗതരായ ബ്രാഹ്മണന്മാർ ഇപ്രകാരം രാജാവിനെ ഉപദേശിച്ചു. യുധിഷ്ഠിര മഹാരാജാവ് ആ ബ്രാഹ്മണർക്ക് നിരവധി സമ്മാനങ്ങൾ നൽകിയിരുന്നു. ആ സംഭാവനകളൊക്കെ കൈപ്പറ്റിക്കൊണ്ട് അവർ സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പ്രാഭവം ചേർന്ന വിഷ്ണുരാധൻ ഗർഭത്തിൽ കാണപ്പെട്ട ഓർമ്മ വെച്ചുകൊണ്ട് ഈ ലോകത്തുള്ള മനുഷ്യരിൽ അത്തരത്തിലുള്ള ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കും. അതിനാൽ പരീക്ഷിത എന്ന പേരിൽ ലോക പ്രശസ്തി ആർജിക്കും. സ ഏഷ ലോകേ വിഖ്യാത പരീക്ഷിതി യത് പ്രഭു ഗർഭേ ദൃഷ്ടമനുധ്യായൻ പരീക്ഷേത നരേഷ്വിഹ. അമ്മയുടെ ഗർഭത്തിലിരിക്കെ താൻ കണ്ട ദിവ്യരൂപം
ലോകത്തിലുള്ള മനുഷ്യരിൽ കാണുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് പരീക്ഷണം. ആ രാജപുത്രൻ പിതാക്കളാൽ പരിപോഷിക്കപ്പെട്ട് വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനെ പോലെ നാൾക്കുനാൾ വൃദ്ധി പ്രാപിച്ചു വന്നു. രാജാവായ യുധിഷ്ഠിരൻ സ്വജനഹത്യാദോഷ പരിഹാരാർത്ഥം അശ്വമേധയാഗം ചെയ്യാൻ ഒരുങ്ങി. നികുതി ചുമത്താതെ പിഴ ഈടാക്കാതെ എങ്ങനെ ധനസമാഹരണം സാധിക്കും എന്ന് അദ്ദേഹം ആലോചിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണനല്ലേ കൂടെയുള്ളത്, പിന്നെന്താ വിഷമം? ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം വടക്കുള്ള ഒരു ദിക്കിൽ നിന്ന് വളരെയധികം ഉപേക്ഷിക്കപ്പെട്ട സമ്പത്ത് കണ്ടെത്തി കൊണ്ടുവന്നു. യാഗത്തിന് പ്രജകളുടെ സമ്പത്ത് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഹിമാലയത്തിൽ മരുത്തൻ എന്ന രാജാവ് ഉപേക്ഷിച്ച അസംഖ്യം ധനം കൊണ്ടുവന്ന് യുധിഷ്ഠിരൻ യാഗം നടത്തിയത്. സ്വജനദ്രോഹപാപത്തിൽ നിന്നും ഭയന്ന യുധിഷ്ഠിരൻ 3 അശ്വമേധയാഗങ്ങൾ ചെയ്ത ശ്രീഹരിയെ സമാരാധിച്ചു. ആഹൂതോ ഭഗവാൻ രാജ്ഞാ യാജയിത്വാ ദ്വിജൈർനൃപം വാസ കഥിന്മാസൻ സുഹൃദം പ്രിയകാമ്യയാ തതോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണയാ സഹ ബന്ധുവി യൗ ദ്വാരവതിം ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃത. രാജാവിനാൽ ക്ഷണിച്ചു വരുത്തപ്പെട്ട ശ്രീകൃഷ്ണൻ ബ്രാഹ്മണരെ കൊണ്ട് രാജാവിനെ യാഗം ചെയ്യിച്ച് ബന്ധുജനങ്ങളുടെ പ്രിയകാംക്ഷയാൽ ഏതാനും മാസങ്ങളോളം അവിടെ തന്നെ താമസിച്ചു. അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, പിന്നീട് ബന്ധുജനങ്ങളോട് കൂടിയ രാജാവിനാലും ദ്രൗപദിയാലും യാത്രാനുവാദം നൽകപ്പെട്ടവനായിട്ട് യാദവന്മാരാൽ പരിവൃതനായ അദ്ദേഹം അർജുനനോടൊപ്പം ദ്വാരകാപുരിയിലേക്ക് യാത്രയായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.